ഹായ്, ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സാർ. അതുപോലെ സ്നേഹം നിറഞ്ഞ ചെന്നിത്തല സാർ. ഞാൻ തൂഫാനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം തോന്നി. കാരണം കേരളത്തിൽ നിന്ന് ലഹരി മൊത്തം വിമുക്തമാക്കാനായിട്ട് അങ്ങയുടെ മന്ത്രിസഭയും അതിലുള്ള മന്ത്രിമാരും ചേർന്ന് ചെയ്യുന്ന ഈ പദ്ധതിയെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയാണിത്. കാരണം ആരും തുനിയാത്ത ഈ മേഖലയിലേക്ക് സാറും സാറിൻ്റെ അനുയായികളും കടന്നു വന്നപ്പോൾ ഉണ്ടായ സന്തോഷത്തിന് ഒരു അതിരുമില്ല. എന്നാലും എൻ്റെ ഒരു ചെറിയ തൂഫാൻ ഞാൻ അങ്ങയോട് വെളിപ്പെടുത്തുകയാണ്. ഈ തൂഫാൻ, നിങ്ങൾ ചെയ്യുന്ന തൂഫാൻ ഒപ്പം നിലനിൽക്കും അല്ലെങ്കിൽ അതിന് ഫലപ്രദമാകും എന്ന് ചിന്തിക്കുന്ന ഒരു ഐഡിയയുമായിട്ടാണ് ഞാൻ മുന്നോട്ട് വരുന്നത്. സാർ, ഞാൻ വർഷങ്ങളായി, ഏകദേശം 45 വർഷമായി ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ വലിയ തോതിൽ ഫുട്ബോൾ കളിക്കുന്നില്ലെങ്കിലും ഫുട്ബോൾ കോർട്ടിലെ ഒരു സജീവ സാന്നിധ്യമായിട്ട് ഈ 45 വർഷക്കാലമായി നിറഞ്ഞു നിൽക്കുകയാണ്. അതിനൊപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന കോർട്ടിൽ അവിടെ കുട്ടികൾ വന്ന് കളിക്കുകയും അവർക്ക് വേണ്ട ക്യാമ്പുകളും ടൂർണമെൻറ്റുകളും സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മ കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നത്, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമാണ് ഫുട്ബോൾ. അവർക്കതിനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ കൺവെട്ടത്തിൽ അവർ അത് കളിച്ചു വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലഹരിക്കെതിരെ നമുക്ക് അതിലൂടെ പോരാടാൻ നമുക്ക് കഴിയും. ആവശ്യമെന്നാന്നുള്ളത് നമ്മുടെ പള്ളികളും അമ്പലങ്ങളിലും അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിലും അതുപോലെ പൊതു സ്ഥലങ്ങളിലും നമുക്ക് ഫുട്ബോൾ കോർട്ടുകൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുവാൻ കഴിയുകയാണെങ്കിൽ, അവിടെ അവർക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള പ്രചോദനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരങ്ങളിൽ അവർക്ക് അവിടെ നിന്ന് കളിക്കുവാനും സമയം ചെലവഴിക്കുവാനും അവർക്ക് അവസരം കിട്ടുകയാണെങ്കിൽ, അവർക്ക് ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലഹരിയിൽ നിന്ന് ഒരു പരിധിവരെ അവർക്ക് മാറി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് കരുത്തോടെ പറയാൻ പറ്റും. കാരണം 45 വർഷമായിട്ട് 2 കോർട്ടുകളിൽ ഞാൻ നിറഞ്ഞ സാന്നിധ്യമാണ്. അവിടെ കുട്ടികൾ അതിൻ്റെ രീതിയിൽ വളരുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇവിടെയുള്ള ഈ ചേരാനല്ലൂർക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, പിള്ളേർ വളരെ ഇൻട്രസ്റ്റോടുകൂടി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വന്ന് കളിച്ച് അവരുടെ കളി കഴിയുമ്പോൾ അവർ സ്വസ്ഥമായി വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും അവിടെ അവർ മറ്റുള്ള കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റുള്ള വളരാത്ത ഒരു പരിപാടിയിലേക്കും കൂട്ടിൽ പോവാതെ അവർ നന്മയോടെ വളരുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് സാറിനോടൊന്ന് പറയണമെന്ന് തോന്നി. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനൊന്ന് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീടിന് പെയിൻ്റ് അടിച്ചതും അതുവഴി സാറിൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ഈ ചിന്ത, അതായത് ഈ ലഹരി വിമുക്ത കേരളം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ഐഡിയയുമായി ഞാൻ മുന്നോട്ട് വന്നത്. തീർച്ചയായിട്ടും സാർ ഇത് കേട്ടിട്ട് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഫലപ്രദമാണെങ്കിൽ നമുക്കിത് ഉപയോഗപ്രദമാക്കാം. ഇതിന് വലിയ റിസൾട്ട് ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാനും കഴിയും. ഓക്കെ സാർ, താങ്ക് യു.